നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ കോട്ടയം ജില്ലയിൽ വൻ നാശനഷ്ടം. പലയിടത്തും വെള്ളം കയറി കൃഷിനാശവും വ്യാപകം. പൊൻകുന്നത്ത് കിണർ വൃത്തിയാക്കുന്നതിനിടെ തൂൺ ഇടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. കൂടെയുണ്ടായിരുന്ന ആൾക്കും പരിക്ക്. പാമ്പാടി ആലാമ്പള്ളി ചെവിക്കുന്ന സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം. മോഷ്ടാക്കൾ അകത്ത് കടന്നത് പ്രധാന വാതിൽ തീവച്ച് നശിപ്പിച്ച്. സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കായികമേളയ്ക്ക് പാലായിൽ കൊടിയിറങ്ങി. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂൾ ചാമ്പ്യന്മാർ രണ്ടാം സ്ഥാനം പങ്കിട്ട് ഷൊർണൂരും പാലക്കാടും. വാർത്തകൾ വിശദമായി. കനത്ത മഴയിൽ കോട്ടയം ജില്ലയിൽ വൻ നാശനഷ്ടം. പലയിടത്തും റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. മീനടം പുതുപ്പള്ളി ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായിരിക്കുകയാണ്. 2 ദിവസത്തെ കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പാമ്പാടി, മീനടം, പുതുപ്പള്ളി ഭാഗങ്ങളിൽ വെള്ളം കയറി വ്യാപകമായി കൃഷി നശിച്ചു. വെള്ളൂർ 8-ാം മൈലിൽ കപ്പ കൃഷി വെള്ളം കയറി നശിച്ചു. പറിക്കാറായ 2000 മൂട് കപ്പയാണ് പാടെ നശിച്ചത്. ഞായറാഴ്ച രാത്രിയിലെ മഴയെ തുടർന്ന് പാമ്പാടി കാളച്ചന്ത ഭാഗത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. മീനടം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വെള്ളം കയറി. മീനടം ഞണ്ടുകുളം പാലം വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. പോയിക്കൊണ്ടിരുന്ന കാർ പാലത്തിൽ കുടുങ്ങി. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് യാത്രക്കാരെ രക്ഷപ്പെടുത്തി. ശക്തമായ മഴയെ തുടർന്ന് പുതുപ്പള്ളിയിലെ താഴ്ന്ന പ്രദേശമായ കൊട്ടാരത്തിൽ കടവ്, പുതുപ്പള്ളി, ചിറ, ഇരവിനെല്ലൂർ എന്നീ പ്രദേശങ്ങളിലും വീടുകളിലും വെള്ളം കയറി. പുതുപ്പള്ളി ചിറയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതുപ്പള്ളി കൈതേപ്പാലം 12-ാം വാർഡിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ആളുകളെ ഫയർഫോഴ്സ് എത്തി സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കിണർ വൃത്തിയാക്കി തിരിച്ചു കയറുന്നതിനിടെ തൊഴിലാളി കിണറ്റിൽ വീണ് മരിച്ചു. പൊൻകുന്നം 1-ാം മൈൽ സ്വദേശി കുഴിക്കോടിൽ ജിനോ ജോസഫാണ് മരിച്ചത്. ഇയാളുടെ കൂടെയുണ്ടായിരുന്ന ആൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കിണറിന്റെ കൈവരിയിലെ തൂൺ ഇടിഞ്ഞു വീണാണ് അപകടം. കിണർ വൃത്തിയാക്കി തിരിച്ചു കയറുന്നതിനിടെ തൊഴിലാളി കിണറ്റിൽ വീണു മരിച്ചു. പൊൻകുന്നം 1-ാം മൈൽ സ്വദേശി കുഴിക്കോടിൽ ജിനോ ജോസഫ് എന്നയാളാണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2-നാണ് അപകടം നടന്നത്. ജിനോയുടെ കൂടെ ഉണ്ടായിരുന്ന സഹായി കട്ടപ്പന സ്വദേശി സനീഷിനും തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. സനീഷ് മരിച്ച ജിനോയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. പൊൻകുന്നം അരവിന്ദ് ആശുപത്രിക്ക് സമീപം മൂലക്കുന്നിൽ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയതാണ് ഇവർ. കിണർ വൃത്തിയാക്കിയ ശേഷം തിരികെ കയറുന്നതിനിടെ കിണറിന്റെ കൈവരിയിലെ തൂണിടിഞ്ഞ് ഇയാളോടൊപ്പം താഴേക്ക് പതിക്കുകയായിരുന്നു. തൂണിന്റെ ഭാഗങ്ങൾ സനീഷിന്റെയും ദേഹത്ത് വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജിനോയെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് പുറത്തെത്തിച്ചത്. തുടർന്ന് സമീപത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കിണറിന്റെ തൂണിൽ കെട്ടിയ കയറുവഴി തിരികെ കയറാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് വിവരം. മണിക്കൂറുകളായി പെയ്യുന്ന മഴയിൽ കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് കെട്ടിയ തൂണ് കുതിർന്നിരുന്നതാണ് ഒടിയുവാൻ ഇടയാക്കിയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി ആലാമ്പള്ളി ചെവിക്കുന്ന സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം. പള്ളിയുടെ പ്രധാന വാതിൽ തീ വെച്ച് നശിപ്പിച്ച ശേഷമാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ദേവാലയത്തിനുള്ളിലെ പ്രധാന ഭണ്ഡാരം കുത്തി തുറന്ന് മോഷ്ടാവ് പണം അപഹരിച്ചു. പാമ്പാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാമ്പാടി ആലാമ്പള്ളി ചെവിക്കുന്നൽ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം. പള്ളിയുടെ വാതിലിന്റെ ഒരു ഭാഗം തീ കത്തിച്ച് ദ്വാരമുണ്ടാക്കിയാണ് മോഷ്ടാവ് അകത്ത് കയറി കവർച്ച നടത്തിയിരിക്കുന്നത്. പള്ളിയിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പാൻസും ഷർട്ടും ധരിച്ച മധ്യവയസ്കനായ ഒരാൾ കവർച്ചാ ശ്രമം നടത്തുന്നത് വ്യക്തമായിട്ടുണ്ട്. ദേവാലയത്തിനുള്ളിലെ പ്രധാന ഭണ്ഡാരത്തിന്റെ താഴ് തകർത്ത് മോഷ്ടാവ് പണവും കവർന്നു. 3 മാസമായി ഭണ്ഡാരത്തിലെ നേർച്ചയായി ലഭിച്ച ഏകദേശം 12,000 രൂപയോളം നഷ്ടമായതായി സംശയിക്കുന്നതായി അധികൃതർ പറഞ്ഞു. ഞായറാഴ്ച ആയതിനാൽ കുർബാനയ്ക്കായി തിങ്കളാഴ്ച രാവിലെ പള്ളി അധികൃതർ സ്ഥലത്തെത്തിയപ്പോഴാണ് കതക് കത്തിച്ച് മോഷണം നടത്തിയത് കണ്ടെത്തിയത്. തീ കത്തിച്ച ശേഷം വെള്ളം ഒഴിച്ച് അണയ്ക്കാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ബക്കറ്റ് അടക്കമുള്ള വസ്തുക്കളും സമീപമുണ്ട്. ശനിയാഴ്ച രാത്രി 11:30-നും 1:30-നും ഇടയിലാണ് മോഷണം നടന്നിരിക്കുന്നതെന്ന് നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. പാമ്പാടി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സംഘം പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് നായ പോത്തൻപുറം കവല വരെ ഓടിവന്നു. മറ്റ് ശാസ്ത്രീയ തെളിവുകളും ശേഖരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കായികമേളയ്ക്ക് പാലായിൽ സമാപനമായി. 11 സ്വർണവും 8 വെള്ളിയും 3 വെങ്കലവുമായി 93 പോയിന്റുകളോടെ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂൾ ചാമ്പ്യന്മാരായി. 63 പോയിന്റുകൾ നേടി ഷൊർണൂർ ടെക്നിക്കൽ സ്കൂളും പാലക്കാട് ടെക്നിക്കൽ സ്കൂളും 2-ാം സ്ഥാനം പങ്കിട്ടു.
പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കായികമേളയിൽ 11 സ്വർണവും 8 വെള്ളിയും 3 വെങ്കലവുമായി 93 പോയിന്റോടെ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 63 പോയിന്റുകൾ വീതം നേടി ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളും പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളും രണ്ടാം സ്ഥാനം പങ്കിട്ടു. 57 പോയിന്റ് നേടി ചിറ്റൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ മൂന്നാം സ്ഥാനവും നേടി. 39 പോയിന്റ് നേടി സുൽത്താൻ ബത്തേരി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ നാലാം സ്ഥാനത്തും 38 പോയിന്റോടെ കുളത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ അഞ്ചാം സ്ഥാനത്തും എത്തി. കായികമേളയുടെ സമാപന സമ്മേളനം പാലാ MLA മാണി സി കാപ്പൻ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാന വിതരണവും അദ്ദേഹം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി അധ്യക്ഷയായി. അനില മാത്തുക്കുട്ടി, A. സുൽഫിക്കർ, R. രാജേഷ്, അനി എബ്രഹാം, വേണു വേങ്ങക്കൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. കനത്ത മഴയെ തുടർന്ന് ശബരിപാതയിൽ എരുമേലി അട്ടിവളവിന് സമീപം മണ്ണിടിഞ്ഞു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഈ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ ഏറെ നാശനഷ്ടമുണ്ടായി. ഞായറാഴ്ച വൈകിട്ട് ശബരിപാതയിൽ എരുമേലിക്ക് സമീപം അട്ടിവളവിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ ടീമും ക്വിക്ക് റെസ്പോൺസ് ടീം അംഗങ്ങളും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് 1 മണിക്കൂറോളം ഈ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ഇതോടെ പാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. തീർത്ഥാടന വാഹനങ്ങൾ നിരവധി കടന്നുപോകുന്നതിനിടെയാണ് മണ്ണിടിഞ്ഞത്. അവധി ദിവസമായതിനാൽ ഞായറാഴ്ച വൻ ഭക്തജന തിരക്കായിരുന്നു ഈ വഴി അനുഭവപ്പെട്ടത്. പ്രദേശത്ത് വെള്ളമൊഴുക്ക് ശക്തമായി തുടരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പാലാ ടൗൺ കപ്പേളയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ജൂബിലി തിരുനാളിന് കൊടിയേറി. 7, 8 തീയതികളിലാണ് പ്രധാന തിരുനാൾ. തിരുനാളിന്റെ ഭാഗമായി പാലാ ടൗൺ ദീപപ്രഭയാൽ അലങ്കൃതമായി. പാലാ ടൗൺ കപ്പേളയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ജൂബിലി തിരുനാളിന് കൊടിയേറി. 7, 8 തീയതികളിലാണ് പ്രധാന തിരുനാൾ. ഞായറാഴ്ച വൈകുന്നേരം അമലോത്ഭവ കപ്പേളയിൽ കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ ജോസഫ് കാക്കലിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഇനി 7 നാൾ പാലായ്ക്ക് തിരുക്കർമ്മങ്ങളുടെയും ആഘോഷത്തിന്റെയും പുണ്യദിനങ്ങളാണ്. നഗരവേദികൾ കൊടിതോരണങ്ങളാലും വർണ്ണവിളക്കുകളാലും അലങ്കാരങ്ങളാലും നിറഞ്ഞു. 6-ാം തീയതി വരെ ദിവസവും പുലർച്ചെ 5:30 വൈകുന്നേരം 6 വിശുദ്ധ കുർബാന. 7 രാവിലെ 7:30 അമലോത്ഭവ മാതാവിന്റെ തിരുസ്വരൂപം പരസ്യമടക്കത്തിനായി പന്തലിൽ പ്രതിഷ്ഠിക്കും. 8 പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ മരിയൻ റാലി നടക്കും. ജൂബിലി ആഘോഷ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര ഉച്ചകഴിഞ്ഞ് 2:30 പ്രധാന വേദിയിലൂടെ നടക്കും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തവും നവീനവുമായ 30-ൽ പരം കലാരൂപങ്ങൾ അണിനിരക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം നഗരമധ്യത്തിലെ ആകാശപാതയുടെ പണികൾ അട്ടിമറിക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമാണ് പുതിയ പഠന റിപ്പോർട്ടെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കിറ്റ്കോയുടെ ചുമതലയിലായിരുന്ന പദ്ധതി ഊരാളുങ്കലിനെ ഏൽപ്പിക്കണമെന്ന മന്ത്രിസഭയുടെ നിർദ്ദേശം തള്ളിയതാണ് ഇതിന് കാരണമെന്നും MLA അറിയിച്ചു. കോട്ടയം നഗരമധ്യത്തിലെ ആകാശപാത പൊളിച്ചു നീക്കണമെന്ന വിദഗ്ധരുടെ റിപ്പോർട്ട് CPMന്റെ കളിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കിറ്റ്കോ നടത്തിക്കൊണ്ടിരുന്ന പദ്ധതി ഊരാളുങ്കലിന് നൽകണമെന്ന ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ നിർദ്ദേശം തള്ളിയതാണ് വിദഗ്ധരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പൊളിച്ചു നീക്കാൻ പദ്ധതിയിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2015 ആരംഭിച്ച ആകാശപാതയുടെ നിർമ്മാണം നീണ്ടുപോകാനുള്ള സൂത്രമാണ് LDF ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. നാറ്റ്പാക്കിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മാണം ആരംഭിച്ച പദ്ധതിയുടെ നടത്തിപ്പിന്റെ ചുമതല കിറ്റ്കോയ്ക്കായിരുന്നു. പുതിയ റിപ്പോർട്ട് പ്രകാരം ആകാശപാതയുടെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നതിനാൽ മേൽക്കൂര മുഴുവൻ പൊളിച്ചു നീക്കണമെന്നുമാണ്. എന്നാൽ ഇതിനു മുൻപും പല വിദഗ്ധ സമിതികളും നടത്തിയ പഠനത്തിലും ബലക്ഷയത്തെപ്പറ്റി സൂചിപ്പിച്ചിരുന്നില്ലെന്ന് MLA അറിയിച്ചു. കിറ്റ്കോയെ ഒഴിവാക്കി ബാക്കി പണികൾ ഊരാളുങ്കലിന് കൈമാറണമെന്ന നിലവിലെ മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായും അദ്ദേഹം അറിയിച്ചു. CPM രാഷ്ട്രീയമായി തനിക്കെതിരെ ആകാശ പദ്ധതി ഉപയോഗിക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. അവരുടെ മൊബിലൈസേഷൻ അഡ്വാൻസ് സപ്പോർട്ട് കൊടുക്കുകയാണ്. ഞാൻ ആ ഏജൻസിക്കെതിരില്ല. പക്ഷെ കേരളത്തിലെ വർക്കുകളൊക്കെ പോകുന്ന വഴി അതാണ് എന്ന് കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷ ആളുകൾ വിശ്വസിക്കുകയാണ്. അവർക്ക് വർക്ക് പിടിച്ചു കൊടുക്കാനും അവർക്കിത് കിട്ടുന്നില്ലെങ്കിൽ ഇത് ചവിട്ടി വിധിക്കാനും തീരുമാനമെടുക്കുന്നത് ശരിയോ? അത് നമ്മളുടെ കോട്ടയത്തിന്റെ ആത്മാഭിമാനത്തിനെതിരെയുള്ള ചോദ്യമല്ലേ? അഭിമാനബോധമുള്ള ആർക്കെങ്കിലും ഇത് അംഗീകരിക്കാൻ പറ്റുമോ? ഇത് അവർക്ക് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ തട്ടുക. ആ നിലയിൽ എടുക്കുന്നത് ശരിയാണോ? ആ രൂപത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതുകൊണ്ട് ഈ രൂപത്തിലേക്ക് പോവുകയാണ്. അപ്പൊ വേറെ ഇതിന് ഈ രൂപത്തിൽ അതുകൊണ്ട് നമുക്കിത് വളരെ ഭംഗിയായി കൊണ്ടുപോകുന്നതിന് വേണ്ടി
നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് സഹകരിക്കണം. നമ്മുടെ കോട്ടയത്തെ എല്ലാ പ്രോസസ്സും പൂർത്തിയായി, പണവും അനുവദിച്ചു, ഇംപ്ലിമെന്റിംഗ് ഏജൻസി തീരുമാനിച്ചു, അവർ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അവർക്ക് പണം കൊടുക്കാത്തത് കൊണ്ട് അവർ ഇട്ടിട്ട് പോകുന്നു എന്നുള്ള നില വന്നു. അങ്ങനെ വന്ന് ആ സൗകര്യം വിനിയോഗിച്ചുകൊണ്ട് അവരെ മാറ്റി ഊരാളുങ്കൽ ഏജൻസിയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഫലമായി കോട്ടയത്തെ ഒരു വർക്ക് ചവിട്ടി മെതിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പദ്ധതി അട്ടിമറിക്കാൻ നടത്തുന്ന ഗൂഢനീക്കത്തിന്റെ ഭാഗമാണ് പുതിയ പഠന റിപ്പോർട്ടെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതി അട്ടിമറിക്കപ്പെടാതിരിക്കാൻ കോട്ടയംകാർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ കടനാട്ടിൽ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായി. പ്രദേശത്ത് കപ്പയുൾപ്പെടെയുള്ള കൃഷികൾ പന്നികൾ കൂട്ടമായി എത്തി നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ റോഡിൽ കൂടി ബൈക്കിൽ പോകവേ പഞ്ചായത്ത് അംഗത്തിന്റെ ബൈക്കിന് കുറുകെ പന്നി ചാടി 1-ാം വാർഡ് അംഗം മറ്റത്തിൽപ്പാറ KR മധുവിന് പരിക്കേറ്റു. പാലാ കടനാട് പഞ്ചായത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണം വ്യാപകമായി. പഞ്ചായത്ത് 1-ാം വാർഡ് മറ്റത്തിപ്പാറ മെമ്പർ KR മധുവിന് ബൈക്കിൽ സഞ്ചരിക്കവേ കാട്ടുപന്നി റോഡിൽ ബൈക്കിന് കുറുകെ ചാടി അപകടത്തിൽ പരിക്കേറ്റു. റോഡിൽ കുറുകെ എത്തിയ 2 കാട്ടുപന്നികൾ പഞ്ചായത്ത് മെമ്പർ സഞ്ചരിച്ചിരിക്കുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്നും വീണ മധുവിന് കൈക്കും കാലിലും മുറിവേറ്റു. തുടർന്ന് പാലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. കാവുങ്കണ്ടത്ത് ഞെള്ളായിൽ ബിജുവിന്റെ പുരയിടത്തിൽ കൃഷി ചെയ്തിരുന്ന 350 ചൂട് കപ്പയിൽ 250-ലധികം ചൂട് കപ്പയും കാട്ടുപന്നി നശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് 2025 ജനുവരി സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. 12ാം ക്ലാസ്സാണ് യോഗ്യത. 1 വർഷമാണ് കാലാവധി. വിശദവിവരങ്ങൾക്ക് www.srccin.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ കുട്ടികളിൽ നിന്ന് പ്രത്യേക പാരിതോഷികത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2023-24 അധ്യയന വർഷത്തിൽ സംസ്ഥാന ദേശീയ തലത്തിൽ കലാകായിക അക്കാദമിക് രംഗങ്ങളിൽ മികവ് പുലർത്തിയ കുട്ടികൾക്കാണ് പാരിതോഷികം നൽകുന്നത്. ഡിസംബർ 15 വരെ അപേക്ഷ സമർപ്പിക്കാം. വിവരങ്ങൾക്ക് ഫോൺ 0481258551. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് 2025 ജനുവരി സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് മാനേജ്മെന്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം. 10ാം ക്ലാസ്സാണ് യോഗ്യത. വിവരങ്ങൾക്ക് www.srccc.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഡിസംബർ 31 വരെ അപേക്ഷിക്കാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയിൽ കോട്ടയം ജില്ലയിൽ വൻ നാശനഷ്ടം. പലയിടത്തും വെള്ളം കയറി കൃഷിനാശവും വ്യാപകം. പൊൻകുന്നത്ത് കിണർ വൃത്തിയാക്കുന്നതിനിടെ തൂൺ ഇടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. കൂടെയുണ്ടായിരുന്ന ആൾക്കും പരിക്ക്. പാമ്പാടി ആലാമ്പള്ളി ചെവിക്കുന്ന സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം. മോഷ്ടാക്കൾ അകത്ത് കടന്നത് പ്രധാന വാതിൽ തീവച്ച് നശിപ്പിച്ച്. സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കായികമേളയ്ക്ക് പാലായിൽ കൊടിയിറങ്ങി. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂൾ ചാമ്പ്യന്മാർ 2ാം സ്ഥാനം പങ്കിട്ട് ഷൊർണൂരും പാലക്കാടും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.